ഹായ്, പൂനെ മല്ലൂസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു ട്രിപ്പാണ്. നമ്മൾ ഇത്തവണ നാട്ടിൽ പോകുന്നത് കാറിലാണ്. നാട്ടിലേക്കുള്ള ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വഴിയാലേ പറയാം. ഇപ്പം 5 മണി ആയിട്ടുണ്ട്. കൃത്യം 5 മണിക്ക്, രാവിലെ 5 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇനി അങ്ങോട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളൊരു കാർ ബെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ഇപ്പം കൃത്യം 5 മണി ആയിട്ടുണ്ട്. ഇത് പൂനെ ബാംഗ്ലൂർ ഹൈവേ ആണ്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് സത്താറയാണ്. ഇത് ഖേദ് ശിവപൂർ ടോൾ പ്ലാസയാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ടോളാണ്. ഇത് പൂനെ ഡിസ്ട്രിക്ട് ബോർഡറാണ്. ഈ റിവർ കഴിയുമ്പോഴേക്കും പൂനെ ഡിസ്ട്രിക്ട് തീരും. ഇപ്പോൾ ടൈം 7 മണി ആയിട്ടുണ്ട്. നമ്മൾ സത്താറയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയേക്കുവാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ കൊടുത്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. അവർ ഭയങ്കര ലേറ്റാണ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ബദ്രിക്ക് തണുക്കുന്നുണ്ടോ? ഭയങ്കര തണുപ്പാണോ? അങ്ങനെ നമ്മുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഊത്തപ്പമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ സത്താറയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. 15 മിനിറ്റാണ് നമ്മളൊരു ബ്രേക്ക് ടൈം ഫുഡിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നത്. പക്ഷേ ഒരുപാട് ടൈം എടുത്തു. അവർ ഉണ്ടാക്കി തരുന്നതിന്, ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തു. ഇൻട്രോ വീഡിയോയിൽ വിശദമായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, കാരണം നമ്മൾ അത്രയും തിരക്കിലായിരുന്നു. 5 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ എത്തത്തുള്ളായിരുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ ട്രിപ്പാണ് കേരളത്തിലേക്കുള്ള. ഡ്രൈവ് ചെയ്യുന്ന, റോഡ് വഴി പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനുണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ കാറിൽ പോകാനുള്ള കാരണം എന്ന് വെച്ചാല്, നമുക്കിപ്പോ പുതിയ വണ്ടി വന്നു. ഇപ്പൊ 2 വണ്ടിയുടെ ആവശ്യം നമുക്കില്ല. അപ്പൊ സെലേരിയ നമ്മുടെ ഈ വണ്ടി നാട്ടിൽ ഇടാനായിട്ടാണ് പോകുന്നത്. അപ്പൊ നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിലെ യൂസിന് വേണ്ടിയിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ അതിൻ്റെതായിട്ടൊരു എക്സ്പീരിയൻസ് ആണ് റോഡ് വഴി പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് ഒക്കെ നമുക്ക് വഴിയേ പറയാം. ഇപ്പം സത്താറയിൽ എത്തിയപ്പോൾ എത്ര മണിക്ക്? നമ്മൾ 5 മണിക്ക് ഇറങ്ങി. 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ സത്താറയിൽ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഓരോരോ അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ പെട്രോൾ ബങ്കിൽ കയറിയിട്ടുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചു. ഇപ്പൊ എത്ര രൂപയ്ക്ക് അടിച്ചു? നമ്മള് 2500 രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. കുറച്ച് 2000 കിടപ്പുണ്ടായിരുന്നു അല്ലേ? 2000 രൂപയുടെ പെട്രോൾ ഇതിൽ കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ 2500 കൂടെ അടിച്ചിട്ടുണ്ട്. ഇത് താസ്വഡെ പതുക്കർ ടോളാണ്. ഇവിടെ കുറച്ച് തിരക്ക് കൂടുതലാണ്. ഫാസ്റ്റാഗ് എടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് പതിയെ വണ്ടികൾ നീങ്ങുന്നുണ്ടായിരുന്നുള്ളൂ.
കാർബെഡ് മേടിച്ചത് വളരെ ഉപകാരമായി. ഇവർ രണ്ടുപേരും നല്ല സുഖമായിട്ട് പിറകെ കിടന്ന് ഉറങ്ങുകയാണ്. ഈ സൈഡിൽ കാണുന്നത് കരിമ്പിൻ കൃഷിയാണ്. അപ്പോൾ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ ഉണ്ട്. കോലാപ്പൂരിലുള്ള മെയിൻ കൃഷി കരിമ്പാണ്. ഇപ്പം നമ്മൾ കോലാപ്പൂര് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 10 മണിയായി. 10 മണിയായപ്പോഴാണ് നമ്മൾ കോലാപ്പൂര് പാസ് ചെയ്തത്. നമ്മുടെ പ്ലാന് 9:30ക്ക് കോലാപ്പൂർ പാസ് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടിടത്ത് നിർത്തി. അത് ഈ ഫുഡ് കഴിക്കാൻ വന്ന താമസം കൊണ്ടാണ്. അപ്പോൾ അരമണിക്കൂർ നമ്മൾ ലേറ്റാണ്. അപ്പോൾ ഇപ്പോൾ കോലാപ്പൂര് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പോയിന്റ് ബെൽഗാവാണ്. ഇവിടുന്ന് 111 കിലോമീറ്റർ ഉണ്ട് ബെൽഗാവിന്. ഇപ്പൊ റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു നേരത്തെ. സാധാ വണ്ടിയല്ല, ഈ ട്രക്കാണ് കൂടുതലും ഉണ്ടായിരുന്നത് രാവിലെ. ബാക്കിയുള്ള വഴികളെല്ലാം ഒരുമാതിരി ഡ്രൈവ് ചെയ്യാം. 80-90 കിലോമീറ്റർ ആവറേജ് സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇനി അടുത്തത് ബെൽഗാവിലോട്ടാണ് നെക്സ്റ്റ് പോയിന്റ്. ഇപ്പോൾ നമ്മൾ കർണാടകയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റും RT-PCR ടെസ്റ്റും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ ചോദിച്ചില്ല. ഞങ്ങളോട് ചോദിച്ചത് എവിടേക്ക് പോകുന്നു എന്നും എവിടെ നിന്നാണ് വന്നത് എന്നുമാണ് ചോദിച്ചത്. ഇത് രണ്ടും പറഞ്ഞപ്പോഴത്തേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇനി വരുന്നവരടുത്ത് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുമായിരിക്കും. അതുകൊണ്ട് ട്രാവൽ ചെയ്യുന്നവർ വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ് കൈ വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഇവിടുന്ന് അങ്ങോട്ട് 4 ലൈൻ റോഡുകളാണ്. അപ്പോൾ നമുക്കിവിടെ നിന്നാൽ റോഡിൻ്റെ അങ്ങേ അറ്റം വരെ കാണാൻ പറ്റും. അത്രയ്ക്ക് വിശാലമായി കിടക്കുകയാണ്. റോഡ് മൊത്തം കാലിയാണ്. അതുപോലെ തന്നെ ഒരു മൂടി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ക്ഷീണമില്ലാതെ ഡ്രൈവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇത്തവണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഗിംബൽ യൂസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ചാർജ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്ക് വഴിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോസിന് സ്റ്റെബിലിറ്റി കുറച്ച് കുറവാണ്. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ കാണുന്ന വലിയ ബിൽഡിങ്, അതാണ് സുവർണ വിധാന സൗധ. അത് 2012 അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പ്രണവ് മുഖർജിയാണ് ഇനാഗുറേറ്റ് ചെയ്തത്. ഇത് ബെൽഗാവിലാണ്, കർണാടക ബെൽഗാവിലാണുള്ളത്. ഇത് നമ്മുടെ 7ാമത്തെ ടോളാണ്. നമ്മൾ ഫാസ്ടാഗ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫാസ്ടാഗ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ചാർജാണ് ഈടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാസ്ടാഗ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോങ് ഡ്രൈവ് ചെയ്യുന്നവരെല്ലാവരും ഫാസ്ടാഗ് എടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. അപ്പോൾ 12 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബെൽഗാവ് പാസ് ചെയ്തത്. ഇനി അടുത്തത് ധാർവാഡ്. അടുത്തത് ധാർവാഡാണ്. അപ്പോൾ ഞങ്ങളിപ്പം ഇടയ്ക്കൊന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തു, മുഖം ഒന്ന് കഴുകി. ഇപ്പോൾ 7:30 കയറിയതല്ലേ, അപ്പോൾ ഇതുവരെ ഒന്ന് ബ്രേക്കൊന്നും എടുത്തില്ലായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ 2 മണിക്കൂർ ആകുമ്പോഴും ക്ഷീണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്രേക്ക് എടുക്കാം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നല്ല റോഡ്, നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ വെയിലില്ല, നല്ല ഒരു മൂടിയ ക്ലൈമറ്റാണ്.
ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കേട്ടാ ഓക്കെ അല്ലേ? ഞാൻ ഓടിക്കണോ? 1 മണിക്കൂർ ഓടിക്കാം. ഇനി നമ്മളെവിടെയാ? ധാർവാഡ്. ഇനി അടുത്തത് ധാർവാഡാണ്. അവിടെ നമുക്ക് ലഞ്ച് കഴിക്കണം. അവിടെ ഒരു കുഞ്ഞു ബ്രേക്ക് എടുക്കുകയും വേണം. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. ദീദിയൊക്കെ നല്ല ഹാപ്പിയാണ്. ബദ്രിമോൻ ഇപ്പോഴും ഉറക്കം കേട്ടോ, നല്ല ഉറക്കമാണ് അവന്. നമ്മൾ പ്രതീക്ഷ കണക്കോ ടെൻഷൻ അടിച്ച കണക്കോ ഒന്നും അല്ലായിരുന്നു ഇതുവരെ. നല്ല യാത്രയാണ്. റോഡ് പ്രത്യേകിച്ച് നമ്മൾ ഈ കർണാടകത്തിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം നല്ല റോഡാണ്. നല്ല റോഡെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അത്രയ്ക്ക് നല്ല റോഡ്. ഓക്കെ, ഇനി ലഞ്ചിൽ നമുക്ക് കാണാം. ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് ഫുഡ് മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പോൾ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ട്രാവൽ ചെയ്യുന്നതിന്. അത് പ്രത്യേകിച്ച് ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ധാർവാഡ് ഒരു ഹോട്ടലിൽ ലഞ്ച് കഴിക്കാൻ കയറിയേക്കുവാണ്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് ആവുകയും ചെയ്യും അല്ലേ? പക്ഷേ നല്ലൊരു ലോങ് ഡ്രൈവ് ആയിരുന്നു. കാരണം 7:30 കയറിയതിന് ശേഷം 5 hour കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു. ഇടയ്ക്കൊരു ഒരിടത്ത് നിർത്തിയൊന്നും പോകാൻ കഴിയും. അതും ഒരു 2-3 മിനിറ്റ് മാത്രം. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് ലഞ്ച് കഴിക്കാനായിട്ട്. ഇവിടെ നമുക്ക് ഒരുപാട് താമസം ഉണ്ടോ എന്ന് അറിയില്ല. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരുപാട് താമസം ഉണ്ടായിരുന്നു. ഇവിടെ താമസം ഉണ്ടോ എന്ന് അറിയില്ല. ചേട്ടാ ക്ഷീണമുണ്ടോ? എവിടുന്ന്? നാളെയും ഇങ്ങനെ തന്നെ പറയണോ? ഇനി എത്ര? 215? ഇനി നാളെ ഉണ്ടോ? ദീദി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാ. എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ബദ്രിമോൻ എങ്ങനെയുണ്ട്? ബദ്രിമോൻ നല്ല ഉറക്കമായിരുന്നല്ലോ. ബദ്രി എങ്ങനെയാ എത്തുന്നതെന്ന് പെട്ടെന്ന് അങ്ങ് എത്തിയാൽ മതി. ബദ്രിമോൻ കയറിയപ്പോഴേ ചോദിക്കുന്നുണ്ട് എപ്പോഴാ നാട്ടിലെത്തുന്നതെന്നല്ലേ? അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത യാത്ര തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നേരെ ബാംഗ്ലൂർക്ക് വിടുകയാണ്. ഇനി ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞത് കൊണ്ട് ഉറക്കം വരാനും ക്ഷീണിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞത് കൊണ്ട് രാവിലത്തെ കണക്ക് എനർജിയായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ക്ഷീണം വരാൻ സാധ്യത കൂടുതലാണ്, ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതലും നമ്മൾ ഗ്യാപ്പിട്ട് ഓടിക്കാൻ പറ്റും. ബ്രേക്ക് എടുത്ത് ഓടിക്കേണ്ടി വരും. അപ്പോൾ ഇനി നേരെ ബാംഗ്ലൂരിലേക്കാണ്. ഇവിടെ ചേട്ടൻ ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണ്. ചേട്ടൻ ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ട്രാവലിന് എങ്ങനെയാണെന്നും അറിയത്തില്ലല്ലോ. നേരത്തെ ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ഏകദേശം നമുക്ക് അറിയാൻ പറ്റും അവിടെ എത്ര മണിയാകുമ്പോൾ എത്തുമെന്നുള്ളത്. തന്നെയല്ല ഇപ്പം വെയിൽ മാറി ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പീഡിൽ പോകാനും പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ 7 മണിക്കൂർ 28 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം ഹോട്ടലിലേക്ക്, മാംഗ്ലൂർ ഹോട്ടൽ. നമ്മളവിടെ ഹോട്ടലിൽ നിന്നപ്പോഴേ ഞാൻ കണ്ടതായിരുന്നു. വേണ്ട ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് മഴ പെയ്തിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്ന ഭാഗത്ത് മഴ പെയ്തിട്ടുമില്ല. ഹോട്ടലിൽ നിന്നാൽ നല്ലതുപോലെ കാണാൻ പറ്റുമായിരുന്നു, കുറച്ച് ഏരിയയിൽ മാത്രം മഴ പെയ്യുന്നത്.
തോന്നുന്നുണ്ട്. രാവിലെ നല്ല മൂടി ഇരുന്നത് കൊണ്ട് ചൂടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല ചൂട് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാഷണൽ ഹൈവേ വഴി പോവുകയാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇത് മാംഗ്ലൂരിലേക്ക് പോകുന്നതിനുള്ള എളുപ്പവഴിയാണ്. പക്ഷേ റോഡ് കുറച്ച് മോശമാണ്. നാഷണൽ ഹൈവേ കൂടെ പോയാൽ കുറച്ചുകൂടി നല്ല റോഡായിരിക്കും. പക്ഷേ ഇവിടുത്തെ റോഡ് കുറച്ച് മോശമാണ്. അതുപോലെ തന്നെ ഇതൊരു സിംഗിൾ ലൈൻ റോഡാണ്. അപ്പോൾ എതിരെ വണ്ടികൾ ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹൈവേ കൂടെ പോകുന്ന അത്രയും സ്പീഡിൽ ഇവിടെ പോകാൻ പറ്റില്ല. വളരെ സൂക്ഷിച്ച് മാത്രമേ ഈ റോഡിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൽഗാട്ടിയിൽ നിന്ന് കുംഡയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ കുംഡയിലേക്ക് പോകുന്നതിന് എളുപ്പവഴി ഇത് തന്നെയാണ്. അപ്പോൾ ഇതുവഴി പോകുന്നവർ ഒരു രാത്രിയാകുന്നതിനോ അല്ലെങ്കിൽ ഒരു 5 മണിയാകുന്നതിന് മുന്നേ ഈ റോഡ് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണമെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ വലുതായിട്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വല്ല വീടുകളോ കണ്ടെങ്കിലായി. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയാലോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതുപോലെ നെറ്റ്വർക്ക് ഈ ഏരിയയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 5 മണി ആകുന്നതിന് മുന്നേ ഈ ഏരിയ കടന്ന് കിട്ടാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഒരു 91 കിലോമീറ്ററോളം ഈ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി എത്തിയതുപോലും ഇല്ല നമ്മൾ. അപ്പോഴത്തേക്ക് മഴ പെയ്തു. ഇനി കുറച്ച് പതിയെ പോകാൻ പറ്റൂ. നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന സ്പീഡിൽ നിന്നും വളരെ സ്പീഡ് കുറച്ച് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1:30ക്ക് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് യാത്ര തുടങ്ങിയതായിരുന്നു. ഇപ്പം 4:30 ആയിട്ടുണ്ട്. കണ്ടിന്യൂസ് ഡ്രൈവ് തന്നെ ആയിരുന്നു 3 മണിക്കൂർ. അപ്പോൾ ഇപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് നമ്മൾ ഒന്ന് ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത്രയും ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ഇവിടെയാണ് ഒരു കട കണ്ടത്. അപ്പോൾ ഇവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായതിന് ശേഷം നമുക്കിനി അടുത്ത യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ നീണ്ട ഫോറസ്റ്റിലൂടെയുള്ള ഒരു യാത്രയ്ക്ക് ശേഷം ഒരു 4 ലൈൻ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊരു ഏകദേശം ഒരു 25 കിലോമീറ്ററോളം കുംഡയിലേക്കുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡുകളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവിടെ കയറിയിട്ട് നല്ല റോഡുകളാണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് സമാധാനമായിട്ട് പഴയ യാത്ര തുടങ്ങാം. ബദ്രിമോൻ നല്ല ടയേർഡായിട്ടുണ്ട്. ബദ്രിമോൻ 2-3 തവണ വൊമിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം ഫ്രണ്ടിലിരിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയും ഹോട്ടലെത്തണം, കുഞ്ഞിനൊന്ന് ഉറങ്ങണം എന്നൊക്കെയാണ് പറയുന്നത്. റോഡ് മൊത്തം നല്ല കുലുക്കായിരുന്നു ഗട്ടറായതുകൊണ്ട്. അപ്പോൾ ഇനി കുഴപ്പമില്ല, അപ്പോൾ ദീദിക്ക് കുഴപ്പമില്ല. ഞങ്ങളെല്ലാം രാവിലെ ഇറങ്ങിയ കോലത്തിലല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും എല്ലാവരും ഒരു രീതിയിലായിട്ടുണ്ട്.
ഇപ്പം നമ്മൾ ഹോണാവാറാണുള്ളത്. ഇവിടുന്ന് നമ്മളൊരു 3000 രൂപയ്ക്ക് കൂടി പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇത് കർണാടകയിലെ ലോങ്ങസ്റ്റ് റോഡ് ബ്രിഡ്ജ് ആയിട്ടുള്ള ശരാവതി റിവർ ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 1.1 കിലോമീറ്റർ ലോങ് ആണ്. ഇപ്പം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാത്രി ഒരു 9 മണിക്ക് മുന്നേ മംഗളൂരു ഹോട്ടലിലെത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലതുപോലെ സൂര്യൻ അസ്തമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടൽ മെട്രോ പ്ലാസയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. കൃത്യം 9 മണിയായപ്പോൾ തന്നെ നമുക്കിവിടെ എത്താൻ പറ്റി. യാത്ര ചെയ്ത് എല്ലാവരും നല്ല ടയേർഡാണ്. ബദ്രിമോനാണെങ്കിൽ 1-2 തവണ വൊമിറ്റ് ചെയ്തതുകൊണ്ട് അവനാണ് കൂടുതൽ ക്ഷീണിച്ചത്. ഇവിടെ ചേട്ടൻ നമുക്ക് രാത്രി കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. ഈശമോളാണെങ്കിൽ വന്നുടനെ അവളുടെ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള റൂമാണ് ബുക്ക് ചെയ്തത്. ഇനി രാവിലെ ഒരു 4 മണിക്ക് നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് റെഡി ആയാലേ നമുക്ക് എല്ലാവർക്കും 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങണം. ഇന്ന് നമ്മുടെ യാത്രയുടെ 2ാമത്തെ ദിവസമാണ്. അപ്പൊ ഞങ്ങളിപ്പം 4 മണി ആകാൻ പോകുന്നു. ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ മാംഗ്ലൂരാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഇനി കൊല്ലത്തേക്ക് 583 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്നും ചായയൊന്നും കുടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി കാണുന്ന കടയിൽ നിർത്തി നമുക്കൊരു ചൂട് ചായ കുടിക്കണം. എന്നിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരണം. അപ്പോൾ ഇനി ഏതാണോ അടുത്ത കട കാണുന്നത് ആ കടയിൽ നിന്ന് നിർത്തണം. ഇപ്പം ഞങ്ങൾ കണ്ണൂർ എടക്കാടുള്ള ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എത്രയായിട്ടാ? 7:30 ആയില്ലേ? 7:30 ആയിട്ടുണ്ട്. നമ്മൾ 4 മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഇടയ്ക്ക് ഒരു തവണ നിർത്തി ഒരു ചായ കുടിച്ച് പിന്നെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തിയതാണ്. ഉറക്കം നല്ലതുപോലെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ. യാത്രാ ക്ഷീണത്തെക്കാളും കൂടുതൽ ഉറക്കക്ഷീണം മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ 3 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റ് റെഡിയായിട്ടാണ് 4 മണിക്ക് ഇറങ്ങിയത്. ഇനി എനിക്ക് തോന്നുന്ന ഒരു 7 മണി 8 മണിക്കുള്ളിൽ നമുക്ക് കൊല്ലത്തെത്താൻ പറ്റുമായിരിക്കും. പക്ഷേ ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു. രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഓടിച്ച് വരാമായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ട്രാഫിക് കാണും. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു നീണ്ട ഒരു ട്രാഫിക്കിലാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം നമ്മളിപ്പോൾ ഈ ക്യൂയിലുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ കയറിയതിന് ശേഷം പല സ്ഥലങ്ങളിലും ഇതുപോലെ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച സമയത്ത് 8 മണിക്ക് വീട്ടിലെത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം കുറച്ചുകൂടെ ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങള് വീട്ടിലെത്തി. ഒരു 9 മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പൊ കുളിച്ച് ഫ്രഷായിട്ട് ഇരിക്കുകയാണ്. മക്കൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ ഉറക്കമായി. കാരണം നല്ല ടയേർഡായി അവര്. അവരുടെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പൊ ഇതൊരു കൺക്ലൂഷൻ വീഡിയോ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കൂടെ ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. നമ്മള് പൂനെന്ന് കേരളം വരെയുള്ള യാത്രയെ 2ആയിട്ടാണ്. നമ്മള് രാത്രിയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് മാംഗ്ലൂരാണ് ബുക്ക് ചെയ്തിരുന്നത്. പൂനെന്ന് മാംഗ്ലൂർ വരെ 771 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത് ടോട്ടൽ 40 മിനിറ്റ് ആയിരുന്നു ടോട്ടൽ ടൈമിംഗ് കാണിച്ചിരുന്നത്. പക്ഷെ നമുക്ക് 16 അവർ എടുത്ത്. നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ടോട്ടൽ 16 അവേഴ്സ് നമുക്ക് വേണ്ടി വന്നു. റോഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല റോഡുകളാണ്. നമ്മുടെ പൂനെയിൽ നിന്നും സത്താറ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോലാപ്പൂർ കഴിഞ്ഞു, പിന്നെ ധാർവാഡ്, അവിടം വരെ നമ്മുടെ മഹാരാഷ്ട്രയിലും കർണാടകയിലും റോഡുകൾ വളരെ നല്ലതാണ്. 2 കിലോമീറ്ററോളം വിസിബിലിറ്റി നമുക്ക് റോഡിൽ കാണാൻ പറ്റും. ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നവർക്ക് എൻജോയ് ചെയ്ത് തന്നെ ഡ്രൈവ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് മാംഗ്ലൂർ വരെ വളരെ നല്ല റോഡും കാര്യങ്ങളുമായിരുന്നു. പിന്നെ മാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് ഒരു 91 കിലോമീറ്റർ നമുക്ക് ഫോറസ്റ്റിനകത്തുള്ള ഡ്രൈവ് ഉണ്ട്. ആ റോഡുകൾ വളരെ കുറച്ച്
ഗട്ടറുകളൊക്കെ ഉള്ള റോഡുകളാണ്, മഴയും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം നമുക്കൊരു 3 അവർ കുറച്ച് ഡ്രൈവിംഗ് ടൈമിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അതർവൈസ് ടോട്ടൽ റോഡ് 16 അവറിൽ ഒരു 13 അവർ നല്ല എൻജോയബിൾ ട്രാവലിംഗ് ആയിരുന്നു. നമ്മള് രാത്രി ഒരു 9 o'clock കൂടി മാംഗ്ലൂരിലെ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു സ്റ്റേക്ക് വേണ്ടി. അവിടെ എത്തി, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം നമ്മള് അവിടെ സ്റ്റേ ചെയ്ത ശേഷം ഏർലി മോർണിംഗില് 4:30 ആയപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് പിന്നെ കേരളത്തിലോട്ടൊരു 1 hour കഴിയുമ്പോഴത്തേക്ക് കർണാടക ബോർഡർ ആവുകയാണ്. അവിടെ മുതൽ പിന്നെ റോഡുകൾ വളരെ സിംഗിൾ 2 ലൈൻ റോഡ്സ് ആണ്. അപ്പൊ അത് അവിടെ കുറച്ച് നമുക്ക് പതുക്കെ ഓടിക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം പിന്നെ ടോട്ടൽ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 544 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഒരു 13 മണിക്കൂറാണ് നമ്മൾ ട്രാവലിംഗ് ടൈം ഗൂഗിൾ മാപ്പ് വെച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ടൈം വന്നത്. പക്ഷെ നമുക്ക് 16 അവർ ടൈം എടുത്തു. ഇപ്പൊ തലശ്ശേരി അങ്ങനെ കുറെ ഉള്ള സ്ഥലത്ത് വെച്ച് റോഡുകൾ വളരെ കൺജസ്റ്റഡ് ആണ്, ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം തൃശ്ശൂർ മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റോഡാണ്. തൃശ്ശൂർ മുതൽ കൊല്ലം വരെ നല്ല റോഡാണ്, നമുക്ക് നല്ലോണം ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ വെഹിക്കിള് ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് നേരത്തെ കരുതിയിരുന്നു. വണ്ടി ആദ്യമേ കൊണ്ട് സർവീസ് ചെയ്തു, അതിന്റെ വീൽ ബാലൻസിങ് ചെക്ക് ചെയ്ത്, ബ്രേക്കിംഗ് സിസ്റ്റം ചെക്ക് ചെയ്ത്, ലൈറ്റ്സ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്തു. കാരണം നമ്മൾ ലോങ് ഡ്രൈവിൽ പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോകുന്ന കാരണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലോങ് ഡ്രൈവ് പോകുന്നതിന് മുമ്പ് വെഹിക്കിളെല്ലാം ഒന്ന് ഷോറൂമിൽ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യുക. എല്ലാം ടെസ്റ്റിങ്ങും ചെക്ക് ചെയ്തതിനു ശേഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓവറോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ജേർണി ആയിരുന്നു. കുറച്ച് ഏരിയയിൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഒരു 90 കിലോമീറ്റർ മാംഗ്ലൂരിൽ. പിന്നെ കേരളത്തിലോട്ട് എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് വളരെ പതുക്കെ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് ഏരിയയിൽ റോഡ് കുറച്ച് കൺജസ്റ്റഡും ഗട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതർവൈസ് നല്ല റോഡാണ്. ഓവറോൾ നല്ലതാണ്. എൻജോയ് ചെയ്ത്, കുട്ടികളെല്ലാം എൻജോയ് ചെയ്ത് നല്ല ട്രാവലിംഗ് ആയിരുന്നു. ഫാമിലി ആയിട്ട് പോകുമ്പോൾ നിങ്ങളും ഒരു ഇടയ്ക്ക് ഹോൾട്ട് ചെയ്യാനായിട്ട് നോക്കുക. ബോർഡർ താമസിക്കുന്ന കാസർഗോഡ് കണ്ണൂരുകാർക്ക് കുഴപ്പമില്ല. നമ്മുടെ തെക്കൻ സൈഡിലോട്ട് വരുന്നവർക്ക് ഇടയ്ക്ക് ഒരു ഹോട്ടൽ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ക്ഷീണം തോന്നുകയില്ല. ടോട്ടൽ നമ്മള് ട്രാവൽ ചെയ്തതിനിടയ്ക്ക് ടോട്ടൽ 16 ടോളും ഉണ്ടായിരുന്നു. അതിൽ 13 ടോളും മഹാരാഷ്ട്ര കർണാടകയിലായിരുന്നു, 3 ടോള് കേരളത്തിലുണ്ടായിരുന്നു. ടോട്ടൽ നമുക്ക് ടോൾ കോസ്റ്റ് ആയത് 1000 rupees ആണ്. യാത്ര ചെയ്യുന്നവർ എൻഷുർ ചെയ്യുക, ഫാസ്ടാഗ് നിങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ചാർജ് കൊടുക്കേണ്ടി വരും. ഒരു 1000 rupees അല്ലെങ്കിൽ 1200 rupees നിങ്ങൾ ചാർജ് ചെയ്തിട്ട് പോയി കഴിയണം. പിന്നെ എങ്ങും നിൽക്കേണ്ടിയും വരത്തില്ല, ഫാസ്റ്റ് തന്നെ എല്ലാ ടോൾ ഗേറ്റും കടന്നു പോകുന്നതായിരിക്കും. പിന്നെ ടോട്ടൽ ട്രാവലിംഗിൽ നമ്മൾ 9000 പെട്രോൾ അടിച്ചു അവിടം വരെ. അതിനുശേഷം കുറച്ച് പെട്രോൾ അധികം ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ 9000 ഒരു ആവറേജ് നോക്ക് 9000 പെട്രോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഒരു ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ കൂടെ കുട്ടികളും എല്ലാവരും ഉള്ള കാരണം നമുക്കൊരു ചെറിയ പ്രിക്കോഷൻസ് എടുത്ത് വേണം. ഒരു അത്യാവശ്യം വേണ്ടിയ മെഡിക്കൽ മരുന്നുകളുടെ ഒക്കെ ചെറിയ തുമ്മലും, തലവേദന, ജലദോഷം, വോമിറ്റിങ്, പിന്നെ ലൂസ് മോഷൻ, പിന്നെ തലവേദന, അങ്ങനെയുള്ള ചെറിയ ചെറിയ മരുന്നുകളൊക്കെ നമ്മൾ കരുതിയിരിക്കണം. പിന്നെ അത്യാവശ്യത്തിന് അധികമുള്ള വെള്ളം നമ്മൾ കൈ കരുതിയിരിക്കണം. റോഡുകളിൽ കിട്ടും, എങ്കിലും നമുക്ക് എല്ലായിടത്തും നിർത്തി പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കൊരു ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് ഒരു കൃത്യമായ സമയത്ത് നമുക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ മാത്രം. അതല്ല 2-3 ദിവസത്തെ എല്ലാ കാഴ്ചകളും കണ്ടു പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇടയ്ക്ക് നിർത്തി അവരുടെ ടൈം അനുസരിച്ച് പോകാം. പക്ഷെ നമുക്ക് അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളവും മരുന്നുകളും എല്ലാം നേരത്തെ കരുതിയിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് രീതിയിലാണ് നമ്മൾ പോയത്. നമുക്ക് ഏകദേശം അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് ഈ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും ടയേർഡ് ആയാലും ഇല്ലേലും ഞങ്ങൾ ബ്രേക്ക് എടുക്കും. കാരണം ചേട്ടന് മാത്രമാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ചേട്ടനൊരു റെസ്റ്റ് ആവശ്യമുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് കാലിനെങ്ങാനും മസിൽ പിടിക്കുക അങ്ങനെങ്ങാനും ഉണ്ടായാലോ എന്ന് പേടിച്ച് തന്നെ ഞങ്ങൾ മസ്റ്റായിട്ട് ബ്രേക്ക് ചെയ്ത് റെസ്റ്റ് എടുത്ത് പോകണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് പറ്റാതിരുന്നത്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കിയാല് നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ എത്തില്ല. അത് നമ്മള് ഡ്രൈവ് ചെയ്യുന്നവരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ടയേർഡ് ആകുമെന്ന് തോന്നുവാണെങ്കിൽ നിർത്തണം.
അപ്പൊ റോഡൊക്കെ വളരെ നല്ല ആയതുകൊണ്ട് പിന്നെ ഏർലി മോർണിംഗ് ആയിരുന്നു, വലിയ ചൂടില്ല, നല്ല കാലാവസ്ഥ. അപ്പൊ നമുക്ക് ട്രാവലിംഗിൽ അത്ര ടയർഡ്നെസ് വരത്തില്ല. അപ്പം ആദ്യമേ പ്ലാൻ ചെയ്തിരുന്ന ഒരു 2-3 അവറിന് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബ്രേക്ക് ചെയ്ത് പിന്നെ ഒരു 4 അവർ നമ്മൾ ട്രാവൽ ചെയ്ത്. അപ്പൊ നമുക്ക് അത് ഡ്രൈവ് ചെയ്യുന്നവരുടെ നമ്മൾ ലോങ് കണ്ടിന്യൂസ് ചെയ്യണമെന്ന് പറയത്തില്ല. നമുക്ക് ബ്രേക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ക്ഷീണം തോന്നുമ്പോൾ എപ്പോഴാണ് തോന്നുന്നത് ഇമ്മീഡിയറ്റ്ലി ഒരു 10-15 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക. അപ്പൊ ഒരുപാട് നമ്മൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം റോഡുകൾ കാലിയായിരിക്കും, അന്തരീക്ഷം തണുത്ത ഒരു ഇതായിരിക്കും. അപ്പൊ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനും പറ്റും. റോഡ് കാലിയായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ഒരു ഡിസ്റ്റൻസ് രാവിലെ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങള് പ്രതീക്ഷ കണക്കുള്ള ഒരു ടെൻഷൻ ഒന്നും വേണ്ടി വന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ചേട്ടനെക്കാട്ടി. കാരണം എങ്ങനായിരിക്കും മോക്ക് അല്ലെങ്കിൽ മോനും ഒക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായാൽ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. നമുക്ക് അറിയപ്പെടാത്ത സ്ഥലങ്ങളാണ്. പിന്നെ 91 കിലോമീറ്ററോളം ഫോറസ്റ്റ് ഏരിയ ആണ്. ആ ഫോറസ്റ്റ് ഏരിയയുടെ ഇടയ്ക്ക് 10 കിലോമീറ്റർ വരുമ്പോൾ ചെറിയൊരു സിറ്റി എന്ന് പറയാൻ പറ്റില്ല, 1-2 വീടുകൾ, ഒരു കുഞ്ഞൊരു ഗ്രാമപ്രദേശമാണ് ആക്ച്വലി. അത് 10 കിലോമീറ്റർ ഇടയ്ക്കേ കാണാൻ പറ്റും. ഫോറസ്റ്റ് എന്ന് വെച്ചാൽ അത്ര നിമിടമല്ല, പക്ഷെ ഒരു ഐസൊലേറ്റഡ് ഏരിയ പോലെ പോവാണ് അത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഒന്നുമില്ല. അപ്പൊ ഒരു 10 കിലോമീറ്റർ 9 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിൽ 1-2 വീടുകൾ കാണാൻ പറ്റും, ഒരു കുഞ്ഞു ചായക്കട, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മള് രാവിലെ തന്നെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ രാത്രിക്ക് മുമ്പേ തന്നെ ആ ഒരു ഏരിയ 90 കിലോമീറ്റർ കവർ 5 മണിക്ക് മുന്നേ ഞങ്ങള് അവിടുന്ന് ഹൈവേ കയറി. ഈ പറയുന്ന ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് 5 മണിക്ക് മുന്നേ ഞങ്ങൾക്ക് ഹൈവേയിൽ എത്താൻ പറ്റി. കാരണം ആ ഒരു ഡിസ്റ്റൻസ് ആണ് മോനെ ടയർഡാക്കി. കാരണം കുറച്ച് ഹെയർപിൻ പോലെ ഉള്ള വളവുകളും റോഡ് വളരെ മോശമായിരുന്നു ആ ഭാഗത്തത്. ബാക്കി ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇനിയും ഇതുപോലെ കാറിൽ പോകുന്നതാണ് ഇഷ്ടം. കാരണം നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യാം, നമുക്ക് റെസ്റ്റ് എടുക്കാം. ട്രെയിനിലൊക്കെ ആണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും പോകുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇതുപോലെ കാറിൽ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ പുതിയതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.